ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. മുട്ട ഫ്രൈ ചെയ്യാനുള്ള ഓയിലാണ് ഒഴിക്കേണ്ടത്. അപ്പം ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് സോൾട്ടും പെപ്പറും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ടേസ്റ്റിന് ആവശ്യത്തിനുള്ള സോൾട്ടും പെപ്പറും ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അങ്ങനെ എഗ്ഗ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിനെ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചു. ഇനി അതേ കടായിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വാടാൻ ആവശ്യത്തിനുള്ള സോൾട്ട് ചേർക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബീൻസാണ്. ഇത് രണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അത് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ക്യാരറ്റ്, അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്യാനുള്ളത്. പിന്നെ അതിലേക്ക് സോൾട്ട് ചേർക്കാം. കുറച്ച് സോൾട്ട് ഇട്ടതിന് ശേഷം പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇടാവുന്നതാണ്. ഇനി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാബേജും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗും ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മാഗ്നേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഫ്രൈ അതും ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് സോയാ സോസ് ഒഴിക്കാം. സോയാ സോസ് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ആർക്കും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്ത് പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. ഇനി ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.